നമസ്കാരം. ശനിയാഴ്ച ഉച്ചയോടെ ബന്ദികളെ വിട്ടയച്ചില്ല എങ്കിൽ ഗാസയിലെ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസ് ഒടുവിൽ പരാജയപ്പെടുന്നവരെ സൈന്യം തീവ്രമായ പോരാട്ടത്തിലേക്ക് മടങ്ങും. അദ്ദേഹം ഒരു വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞു, വെടിനിർത്തൽ കരാറിലെ ഇസ്രായേൽ ലംഘനങ്ങൾ സംബന്ധിച്ച് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കുന്നത് നിർത്തുമെന്ന് ഹമാസ് പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസത്തിന് ശേഷമാണ് നെതന്യാഹുവിൻ്റെ ഈ മുന്നറിയിപ്പ്. പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുന്ന വെടിനിർത്തൽ കരാറിന് കീഴിൽ ഹമാസ് കഴിഞ്ഞ മാസം ബന്ദികളെ വിട്ടയക്കാൻ തുടങ്ങി. പലസ്തീൻ തടവുകാരെയും ഇസ്രായേലി തടങ്കലിൽ കഴിയുന്ന മറ്റു പാലസ്തീനികളെയും തിരികെ നൽകുന്നതിനായി ഹമാസ് ശനിയാഴ്ച കൂടുതൽ ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നിരുന്നാലും വടക്കൻ ഗാസയിലേക്ക് മടങ്ങുന്നത് ഇസ്രായേൽ വൈകിപ്പിച്ചുവെന്നും സ്ട്രിപ്പിലേക്ക് പ്രവേശിക്കുന്നത് മാനുഷിക സഹായം നിർത്തിവെച്ചതായും ഹമാസ് അന്ന് ആരോപിച്ചു. സഹായ വിതരണങ്ങൾ തടഞ്ഞുവെക്കുന്നത് ഇസ്രായേൽ നിഷേധിക്കുകയും ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മുന്നറിയിപ്പ് അവഗണിച്ച വ്യക്തികൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തുവെന്ന് അവകാശപ്പെടുകയും ചെയ്തു. ഹമാസിന്റെ പ്രസ്താവനയ്ക്ക് ഒരു ദിവസത്തിനു ശേഷം ഗാസ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നെതന്യാഹു തിരിച്ചടിച്ചു. കരാർ ലംഘിക്കാനും നമ്മുടെ ബന്ദികളെ മോചിപ്പിക്കാതിരിക്കാനുമുള്ള ഹമാസിന്റെ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ഗാസ മുനമ്പിലും പരിസരത്തും സൈന്യത്തെ അണിനിരത്താൻ ഇന്നലെ രാത്രി IDF-നോട് ഉത്തരവിട്ടു. തൻ്റെ സുരക്ഷാ മന്ത്രിസഭയുടെ യോഗത്തിന് ശേഷം നെതന്യാഹു പറഞ്ഞു. ഈ സമയത്താണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഇത് വളരെ സമീപഭാവിയിൽ പൂർത്തിയാകും, അദ്ദേഹം ഒരു പ്രസ്താവനയിൽ അറിയിച്ചു. ശനിയാഴ്ച ഉച്ചയോടെ ഹമാസ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഇസ്രായേലിൻ്റെ സഖ്യകക്ഷിയായ US മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. തിങ്കളാഴ്ച ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ബന്ദികളെയും ശനിയാഴ്ച 12 മണിക്ക് മുമ്പ് തിരിച്ചെത്തിച്ചില്ല എങ്കിൽ കരാർ അവസാനിപ്പിക്കും.